കല്യാണാണോ അതോ ക്ലാസ്സാണോ? ക്രിയേറ്റീവ് മീറ്റിലേക്ക് പോകുന്ന കാര്യം ദർശുവിനോട് പറഞ്ഞപ്പോൾ അവൻ്റെ ആദ്യത്തെ റിയാക്ഷൻ ഏകദേശം ഇങ്ങനെയായിരുന്നു. കാരണം അവൻ ഇതുവരെ പോയിട്ടുള്ള ഫങ്ഷൻസ് എന്ന് പറയുന്നത് മോസ്റ്റ്ലി വെഡ്ഡിങ്സ്, സ്കൂൾ പ്രോഗ്രാംസ്, മ്യൂസിക് ക്ലാസ്സസ് അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ബട്ട് ദിസ് വാസ് കംപ്ലീറ്റ്ലി ന്യൂ ഫോർ ഹിം. കണ്ടന്റ് ക്രിയേറ്റേഴ്സ് മീറ്റ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ അവൻ അതെന്താണെന്ന് വലിയ ഐഡിയ ഒന്നുമില്ലായിരുന്നു. ഇത് ഭവ്യ എന്ന് പറയുന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ നടത്തുന്ന ഒരു മീറ്റപ്പ് ആയിരുന്നു. തൃശ്ശൂർ ഒല്ലൂർ വെച്ചിട്ടായിരുന്നു ആ ഫംഗ്ഷൻ നടന്നത്. അപ്പോൾ പലപ്പോഴും ഞാനും ഭവ്യയായിട്ടൊക്കെ സംസാരിക്കാറുണ്ടായിരുന്നു. ദർശൻ്റെ വീഡിയോസൊക്കെ അവരും കാണാറുണ്ട്. അങ്ങനെ അവരൊരു ഈവൻറ്റ് ഹോസ്റ്റ് ചെയ്തപ്പോൾ ഞങ്ങളെയും കൂടെ ക്ഷണിച്ചു എന്നുള്ളതാണ്. ഭയങ്കര സന്തോഷമായിരുന്നു എനിക്ക് ആ ഒരു ഇൻവിറ്റേഷൻ കിട്ടിയപ്പോൾ. കണ്ടന്റ് ക്രിയേറ്റേഴ്സ് മീറ്റ് എന്ന് പറഞ്ഞപ്പോൾ ഒരു ധാരണയില്ലാതിരുന്ന ദർശു അവിടെ എത്തിയപ്പോൾ ഒരുപാട് ആളുകൾ ഒരുമിച്ച് കൂടുന്നതും പരസ്പരം പരിചയപ്പെടുന്നതും അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നതും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നതൊക്കെയാണ് കണ്ടത്. ഇങ്ങനെ ഒരു ഗാദറിങ്ങും കൂടെ ഉണ്ടെന്ന് ദർശു അന്നാണ് ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്തത്. പിന്നെ പറയാതെ വയ്യ, ദർശു വാസ് സോ പ്ലസൻറ്റ്. ആരെ കണ്ടു കഴിഞ്ഞാലും അവൻ അവരോടൊക്കെ വളരെ ഹാപ്പിലി മീറ്റ് ചെയ്തും സംസാരിച്ചും ഫോട്ടോസൊക്കെ എടുത്തും നടന്നു. അവനെ ഹാൻഡിൽ ചെയ്യാൻ അന്ന് എനിക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. അവിടെ എത്തിയപ്പോൾ ഭവ്യയും അനൂപും അവരുടെ മകൻ അമ്മയും എല്ലാം വളരെ സ്നേഹത്തോടെയാണ് ഞങ്ങളെ സ്വീകരിച്ചത്. പിന്നെ ഒരുപാട് കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ കാണാനും പരിചയപ്പെടാനും സാധിച്ചു. ഓൺലൈനിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന ചിലരെ നേരിൽ കാണുമ്പോൾ ഇറ്റ് ഫീൽസ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്. ഞാൻ ഒരുപാട് നാളായി ഫോളോ ചെയ്യുന്ന ദ ജേർണി ഓഫ് ഭരതിനെ നേരിൽ കാണാനും സാധിച്ചു. പ്ലസ് ടുവിൽ പഠിക്കുന്ന ഒരു കുട്ടി ഇത്രയും നല്ല രീതിയിൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നെ എപ്പോഴും ഇമ്പ്രസ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോഴാണ് എനിക്ക് തോന്നിയത് വെർച്വൽ കണക്ഷൻസ് ക്യാൻ ആക്ച്വലി ബിക്കം റിയൽ കണക്ഷൻസ്. ആ ദിവസം ഭവ്യയെ കണ്ടപ്പോൾ എനിക്ക് വീണ്ടും ഒരു കാര്യം മനസ്സിലായി. നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നത് ഒരു വീഡിയോ മാത്രമാണ്. പക്ഷേ അതിൻ്റെ പിന്നിൽ സോ മച്ച് എഫേർട്ട്, പ്ലാനിങ്, പാഷൻ ആൻഡ് കൺസിസ്റ്റൻസി ഉണ്ടാകും. അത് നേരിൽ കണ്ടപ്പോൾ ആ അഡ്മിറേഷൻ കുറച്ചുകൂടി കൂടും. അവരുടെ ഫാമിലിയോടൊപ്പം സമയം ചെലവഴിച്ചതും വളരെ പ്ലസൻ്റ് ആയൊരു അനുഭവമായിരുന്നു. ഒരുപാട് ചെറിയ മൊമെൻറ്റ്സ് കൂടിച്ചേർന്നപ്പോൾ ആ ദിവസം വളരെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മെമ്മറി ആയിട്ട് മാറി. ഇങ്ങനെയുള്ള സോഷ്യൽ ഈവൻറ്റ്സ് ദർശനെ പോലുള്ള കുട്ടികൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു. സോഷ്യൽ ഇൻട്രാക്ഷൻ എന്നത് സ്കൂളിലോ തെറാപ്പി സെൻറ്ററിലോ മാത്രം സംഭവിക്കേണ്ട ഒന്നല്ലല്ലോ. ലൈഫ് ഈസ് മച്ച് ബിഗർ ദാൻ ക്ലാസ് റൂംസ് ആൻഡ് തെറാപ്പി റൂംസ്. ഇങ്ങനെയുള്ള ഗാദറിങ്സിൽ പോകുമ്പോൾ പുതിയ ആളുകളെ കാണാം, പുതിയ എക്സ്പീരിയൻസസ് ഉണ്ടാകും, പുതിയ രീതിയിലുള്ള കമ്മ്യൂണിക്കേഷനും ഉണ്ടാകും. ഇന്ന് നമ്മൾ വിർച്വലായിട്ട് കണക്ട് ചെയ്യുന്ന ആളുകളെ നാളെ നേരിൽ കാണാം. അവിടെ നിന്ന് ഫ്രണ്ട്ഷിപ്സ് ഉണ്ടാകാം, എക്സ്പീരിയൻസസ് ഷെയർ ചെയ്യാം, നോളജ് ഷെയർ ചെയ്യാം. ആൻഡ് മേ ബി സംതിങ് ബ്യൂട്ടിഫുൾ ക്യാൻ ഗ്രോ ഫ്രം ദീസ് കണക്ഷൻസ്. ലഞ്ച് കഴിഞ്ഞ് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് പിന്നെ പതുക്കെ ഞങ്ങൾ ഇറങ്ങി. ദർശുവിന് ക്ലാസ്സസ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് അധികം സമയം അവിടെ നിൽക്കാൻ പറ്റിയില്ല. വീണ്ടും ബസ്സിൽ കയറി വീട്ടിലേക്ക് തിരിച്ചു. പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത് ഒരു ഈശ്വര പ്രാർത്ഥനയോട് കൂടിയായിരുന്നു. അതിനുശേഷം കുറച്ച് പ്രമുഖ വ്യക്തികളെല്ലാം സംസാരിച്ചു. വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇവന്റ് തന്നെയായിരുന്നു അത്. അതിനുശേഷം കുറച്ച് കലാപരിപാടികളായിരുന്നു. ഒരു ഇൻവൈറ്റഡ് ആയിട്ടുള്ള ഒരു ടീമിൻ്റെ പ്രത്യേക തരത്തിലുള്ള ഒരു ഡാൻസ് പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടായിരുന്നു അങ്ങനത്തെ ഒരു പ്രോഗ്രാം വിറ്റ്നസ് ചെയ്യുന്നത്. അതിനുശേഷം കുറച്ച് സിനിമാറ്റിക് ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നീടുള്ള സെഷൻ ഒരു ഇൻട്രാക്റ്റീവ് സെഷൻ ആയിരുന്നു. ആ സെഷനൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ഏകദേശം ഭക്ഷണത്തിനുള്ള സമയമായിട്ടുണ്ടായിരുന്നു. പിന്നീട് എല്ലാവരും ഭക്ഷണം കഴിക്കാനായിട്ട് പിരിഞ്ഞു. ഭക്ഷണം കഴിച്ചു വന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്ത് പതുക്കെ എല്ലാവരും പോകാനുള്ള തിരക്കുകളിലേക്ക് നീങ്ങി. ദർശു ആ ദിവസം കണ്ട ആളുകളെ ഒരു പക്ഷേ മറക്കില്ല, പ്രത്യേകിച്ച് ഭവ്യയെ. കാരണം ചില ആളുകൾ നമ്മൾ ആദ്യമായി കാണുമ്പോൾ തന്നെ ഒരു കണക്ഷൻ ഉണ്ടാക്കാറുണ്ട്. അങ്ങനെയുള്ള കണക്ഷൻസ് ആണ് നമ്മൾ ജീവിതത്തിലേക്ക് കൊണ്ടുപോകേണ്ടത്. സോ ഭവ്യ, താങ്ക് യു ഫോർ ഗിവിംഗ് അസ് ദിസ് ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് ആൻഡ് ഐ ഹോപ്പ് ദിസ് ഇസ് ജസ്റ്റ് ദ ബിഗിനിങ്. ഈ ഒരു ദിവസം ഞങ്ങൾക്ക് തന്ന ഈ ബ്യൂട്ടിഫുൾ മെമ്മറിക്ക് ഒരുപാട് ഗ്രാറ്റിറ്റ്യൂഡ്.